ബോക്സ് ഓഫീസിൽ വിട്ടുകൊടുക്കാതെ കളങ്കാവൽ. മമ്മൂട്ടി ചിത്രം കോടികൾ നേടി ജൈത്രയാത്ര തുടരുകയാണ്. ഇതോടെ 2025 ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി കളങ്കാവൽ മാറി. കളങ്കാവൽ മമ്മൂട്ടി തിളക്കമുള്ള ഒരു പക്ക ക്രാഫ്റ്റ് ഡ്രിവൻ ത്രില്ലർ മൂവി. വിനായകൻ നായകനായും മമ്മൂട്ടി പ്രതിനായകനായും എത്തുന്നുവെന്ന അപൂർവത കാരണം ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ വലിയ ആകാംക്ഷയും പ്രതീക്ഷകളും ചിത്രം ഉയർത്തിയിരുന്നു. ആ പ്രതീക്ഷകളോട് 100% നീതി പുലർത്തുന്ന തരത്തിലുള്ള അവിസ്മരണീയമായ പ്രകടനമാണ് മമ്മൂട്ടി ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറഞ്ഞ ഒരു കാര്യം. മലയാള സിനിമ ആസ്വാദകർക്ക് പുത്തൻ കാഴ്ച വിസ്മയം സമ്മാനിച്ച സിനിമ തന്നെയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ പ്രതിനായക കഥാപാത്രവും വിനായകന്റെ നായക കഥാപാത്രവുമാണ് ഇന്നെങ്ങും ചർച്ചയായി മാറുന്നത്. മമ്മൂട്ടി സ്റ്റാൻലി എന്ന വില്ലനായി തകർത്താടിയപ്പോൾ പോലീസ് വേഷത്തിൽ വിനായകനും കളത്തിൽ നിറഞ്ഞു നിന്നു. സയനൈഡ് മോഹനൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനവും ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ. ഇപ്പോഴും ചിത്രത്തിന് ഗംഭീര ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കളങ്കാവൽ ആദ്യ വാരത്തിൽ തന്നെ ഞെട്ടിച്ചു. ചിത്രം അതിവേഗമാണ് 50 കോടി ക്ലബിൽ എത്തിയത്. 2025 ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ കളങ്കാവൽ റിലീസ് ചെയ്ത് 24 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞെട്ടിച്ചു. അങ്ങനെ 85 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 100 കോടിയിലേക്കുള്ള യാത്രയിലാണ്. അതിനിടെ തിയേറ്ററുകളിലെത്തി 25ാം ദിനത്തിൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനവും വന്നു. പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് നടക്കുക. ജനുവരിയിൽ തന്നെ ചിത്രം എത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഒന്ന് തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതുവരെ പ്രേക്ഷകർ കാണാത്ത രൂപത്തിലും ഭാവത്തിലും മമ്മൂട്ടി അഭിനയിച്ച് അമ്പരപ്പിച്ച ചിത്രം കൂടിയാണ് കളങ്കാവൽ. മമ്മൂട്ടിയെ കൂടാതെ ചിത്രത്തിൽ പോലീസ് ഓഫീസറായ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനായകനും വലിയ തരത്തിൽ പ്രേക്ഷക പ്രശംസയാണ് ലഭിക്കുന്നത്. സാങ്കേതികമായും ഉയർന്ന നിലവാരം പുലർത്തിയ ഈ ചിത്രം 100 കോടി അടിക്കുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ മമ്മൂട്ടി എന്ന മഹാനടന്റെ ആദ്യ 100 കോടി ചിത്രം തന്നെയായിരിക്കും കളങ്കാവൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.